കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഇത് നിങ്ങളുടെ ആ ഒരു ഫേസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിക്കോളൂ കേട്ടോ. സോ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ എന്താണ്? കുറച്ച് ആക്നെ ഉണ്ട്, കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ട്, കുറച്ചിങ്ങനെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കാർസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് സ്കിൻ കണ്ടീഷൻ. നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. ഓയിലി സ്കിൻ ആണോ, ഡ്രൈ സ്കിൻ ആണോ, ഇങ്ങനെ പാച്ചസ് പോലെയൊക്കെ ഉണ്ടോ, എന്താണ് നമ്മുടെ സ്കിന്നിന്റെ കണ്ടീഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ഫേസ് വാഷ് ആണോ സോപ്പാണോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ രണ്ടും മാറി മാറി യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി സോപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസ് വാഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാം. മൂന്നാമതായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ട്, നിങ്ങൾ എങ്ങനെയാണ് മുഖം കഴുകുന്നത്? മുഖം നന്നായിട്ട് ക്ലീൻ ആവാറുണ്ടോ എന്നുള്ളത് ഒന്ന്, നമ്മൾ എത്ര സ്പീഡിലാണ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്നത്? ചുമ്മാ വെറുതെ ഫേസ് വാഷ് ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ കച്ചറയാക്കി വെറുതെ ചുമ്മാ ഒന്ന് മുഖം കഴുകുന്നു എന്നുള്ള ഒരു പേര് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മുഖം കഴുകുന്നത്? ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേക്കാം കേട്ടോ. ഇനി ഈ മൂന്ന് ചോദ്യങ്ങളും നിങ്ങൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന ആ ഒരു രീതി കൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ കണ്ടീഷൻ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് പിമ്പിൾസ് ഉള്ളവരാണെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവരാണെങ്കിലും സ്കിൻ ഭയങ്കര ഡൾ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിലും നമ്മുടെ ഇപ്പോഴുള്ള സ്കിന്നിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ കണ്ടീഷനിലേക്ക് സ്കിന്നിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പതിയെ പതിയെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ഈ വീഡിയോക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു മങ്ങൽ പോലെ മൂടൽ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ട ഫിൽറ്റർ ഇട്ട പോലെയൊക്കെ തോന്നും. അത് ഞാൻ എടുക്കുന്ന ഫോൺ അത്ര ശരിയല്ലാത്തെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഫോണിന്റെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ നോർമലി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫോൺ അടിച്ചു പോയി. ഇപ്പൊ ഞാൻ എൻ്റെ അനിയത്തിയുടെ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അധികം ക്ലാരിറ്റി ഇല്ലാത്ത പോലെയോ എന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നും. 2-3 വീഡിയോസിൽ ഇങ്ങനെ ആയിരിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിന്റെ റീസൺ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ ആ ഒരു ഫേസ് വാഷ് മെത്തേഡ് ഉണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താലാണ് നമ്മൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കോമൺ ആയിട്ട് പറയില്ലേ, നമ്മൾ ഓയിലി സ്കിൻ ആണ്, കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് ആയിരിക്കും നല്ലത്. അതായത് ഇപ്പം നമ്മുടെ ഹിമാലയന്റെ നീം ഫേസ് വാഷ് ഇല്ലേ, അതൊരു ജെൽ ബേസ്ഡ് അല്ലേ, നമ്മൾ കാണുമ്പോഴേക്കും അത് ക്രീമി അല്ലല്ലോ, ഒരു ജെൽ ബേസ്ഡ്, അതിന്റെ ഒരു ടെക്സ്ചർ ഇല്ലേ. അങ്ങനെയുള്ള ഫേസ് വാഷസ് ഒക്കെ നമ്മുടെ ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ നല്ലതായിരിക്കും. ഇനി നമ്മൾ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ കുറച്ച് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഫേസ് വാഷസിൽ എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഇപ്പം എന്തെങ്കിലും ഓയിൽ കണ്ടന്റ് ഒക്കെ ആ ഒരു ഫേസ് വാഷിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഫേസ് വാഷസ് ആണ് എപ്പോഴും ഡ്രൈ സ്കിന്നിന് നല്ലത്. ഇനി ഈ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ, സാലിസിലിക് ആസിഡ്, തുളസി, ടേമറിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് നമ്മൾ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് നല്ലതായിരിക്കും. ആ ഒരു ഫേസ് വാഷിന്റെ പാക്കിങ്ങിൽ എഴുതിയിട്ടുണ്ടാവും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണോ, ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണോ, ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണോ, പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതെല്ലാം ഒരു കുഞ്ഞു ടാഗ് ആയിട്ട് ആ ഒരു ഫേസ് വാഷിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വാങ്ങാം. ഇനി വേറൊരു കാര്യം, നമ്മൾക്ക് ഈ ഫേസ് വാഷിന് പകരമായിട്ട് എപ്പോഴും സോപ്പ് യൂസ് ചെയ്യാമോ? അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല, സോപ്പ് കിട്ടിയ സോപ്പ് ഫേസിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫേസ് വാഷ് കിട്ടിയ ഫേസ് യൂസ് ചെയ്യും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്താണോ കഴിക്കുന്നത് അത് നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ആക്ച്വലി സോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹാർഷാണ്, ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. സോപ്പ് നമ്മളുടെ സ്കിന്നിലെ അഴുക്ക് കുറച്ചും കൂടെ സ്കിൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ടുള്ള രീതിയിൽ, എന്താ പറയുക, കുറച്ചും കൂടി ഹാർഷ് ആയതുകൊണ്ട് റഫ് ആയിട്ടാണ് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കുന്നത്. അതേസമയം ഫേസ് വാഷ് ആണെങ്കിൽ കുറച്ചും കൂടി ജെന്റിലാണ്, നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഫേസിലെ സ്കിന്നിനെ നന്നായിട്ട് ജെന്റിലായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഫേസ് വാഷ് എന്ന് പറയുന്ന ഒരു സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫേസ് വാഷ് ഫേസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോപ്പ് നമ്മൾക്ക് ഫേസിൽ യൂസ് ചെയ്യാം, അതെപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും പിമ്പിൾസോ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ഡോക്ടേഴ്സ് നമ്മൾക്ക് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സോപ്പുകൾ എഴുതി തരും. അപ്പോൾ നമ്മൾ അത് ആസ് എ ട്രീറ്റ്മെന്റ് നമ്മൾ അത് സോപ്പ് ഫേസിൽ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് അതിന്റെ റിസൾട്ട്, പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസ് മാറാൻ, അതുപോലെ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഡോക്ടേഴ്സ് എഴുതി തരുന്ന സോപ്പുകൾ നമ്മൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഈ ഡവ് സോപ്പില്ലേ, അത് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്തിട്ട് അഴുക്ക് കളയുന്ന തരത്തിലുള്ള സോപ്പുകളാണ്. ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ക്രീം ബാർന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സോപ്പുകളൊക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ
ഒരു സോപ്പ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മളുടെ ഫേസിൽ, അതായത് പക്കാ സോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ശരിക്കും ഫേസിൽ യൂസ് ചെയ്യരുത്. നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സ്കിന്നിനെക്കാട്ടിലും കുറച്ചും കൂടെ കെയർ വേണ്ടതാണ്, കുറച്ചും കൂടെ ഡെലിക്കേറ്റ് ആണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ ഈ ഹാർഷ് ആയിട്ടുള്ള സോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റണേന്ന് അറിയാമോ? നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡള്ളായി പോകും. അതായത് പെട്ടെന്ന് ഏജിങ്ങിന്റെ സൈൻസ് വരും, ഇങ്ങനെ ചുളിവുകൾ വരും, പാടുകൾ വരും, അങ്ങനെ ഒരു എന്താ പറയാ പിഗ്മെന്റേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. മാത്രമല്ല ഈ സെയിം സോപ്പ് തന്നെ നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരും യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിങ്ങനെ തുറന്നിരിക്കുകയായിരിക്കും. സോപ്പ് ആക്ച്വലി അണുക്കളെ കളയുന്നുള്ളതാണെങ്കിലും അവിടെ ബാക്ടീരിയൽ എന്താ ആക്ഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ സെയിം സോപ്പ് എടുത്ത് നമ്മൾ പിന്നെ ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിലും മൈക്രോബിയൽ ആക്ഷൻ ഉണ്ടാവും. അതായത് ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്നിട്ട് അവിടെ പിമ്പിൾസും ആക്നെയും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫേസ് വാഷ് മെത്തേഡ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഇത് ജോവീസിൻ്റെ പപ്പായ ഫേസ് വാഷ് ആണ്. നമ്മളിപ്പോൾ ഓയിലി സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസ് ഞാനിപ്പോൾ ഓൾറെഡി നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫേസ് വാഷ് ഇങ്ങനെ കയ്യിലൊന്ന് ചെറുതായിട്ട് ലാദർ ചെയ്തതിന് ശേഷം ഫേസിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മളുടെ രണ്ട് കയ്യിലും ഈ രണ്ട് വിരലില്ലേ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളുടെ നെറ്റിയുടെ ഭാഗം തൊട്ട് താഴത്തേക്ക് ഇങ്ങനെ സർക്കുലർ മോഷനിൽ പതിയെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പോഴ്സിനുള്ളിലുള്ള അഴുക്കൊക്കെ എല്ലാം നന്നായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മളുടെ ഈ ടീ സോണില്ലേ, ഇപ്പോൾ നമ്മൾക്ക് ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ അത് മാത്രമല്ല നമ്മൾക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്ന പ്രശ്നം ഉണ്ട് എന്നാണെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുറച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോഴ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മെഴുക്ക് പോലെ ഇങ്ങനെ എണ്ണമയം പോലെ ഉണ്ടാവുമല്ലോ, അത് പതിയെ ഇങ്ങനെ പുറത്തേക്ക് വരും നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഫേസ് വാഷ് നന്നായിട്ട് ആ പോഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട്, മീൻസ് നമ്മളിങ്ങനെ ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോഴേക്കും അവിടെ നിന്ന് അതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പോഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫേസ് ഫുള്ളും ചെയ്യാം കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ആ ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇത് വരണവരുണ്ടാവുമല്ലോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല നമ്മൾക്ക് പിമ്പിൾസിൻ്റെ പ്രശ്നമുണ്ട്, സ്കിൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് മുഖം കഴുകുക കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഏത് സ്കിൻ ആണെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇത് മാമ എർത്തിൻ്റെ അലോവേറ ജെൽ ഫേസ് മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഞാനത് ആവശ്യത്തിന് എടുത്തിട്ട് എൻ്റെ ഫേസിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ടാവും, നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. നമ്മൾ തൊടുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ലൊരു ക്ലീൻ ഫ്രഷ് ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു മെത്തേഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.